മുത്തങ്ങ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ നരിവേട്ട എന്ന സിനിമ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സിനിമയിലെ പ്രധാന പ്രമേയങ്ങളിൽ ഒന്നാണ് ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ. എന്താണ് ഈ ഫോൾസ് ഫ്ലാഗ്? ലോക ചരിത്രത്തിൽ ഭരണകൂടങ്ങളും സൈന്യങ്ങളും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി എങ്ങനെയാണ് ഇത്തരം ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്? ഇന്ന് നമ്മൾ ആ ഇരുണ്ട അധ്യായത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. എന്താണ് ഫോൾസ് ഫ്ലാഗ്? ലളിതമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സൈനിക നടപടി നടത്തി അതിന്റെ ഉത്തരവാദിത്തം ഒരു എതിരാളിയുടെ മേൽ കെട്ടിവെക്കുന്നതിനെയാണ് ഫോൾസ് ഫ്ലാഗ് എന്ന് പറയുന്നത്. സ്വന്തം ഭാഗത്ത് ഒരു യഥാർത്ഥ അല്ലെങ്കിൽ കൃത്രിമ ആക്രമണം നടത്തി അത് ശത്രു ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് യുദ്ധത്തിന് ഒരു കാരണമുണ്ടാക്കുക എന്നതാണ് ഇതിലൂടെ പലപ്പോഴും രാഷ്ട്രങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. സൗഹൃദ രാജ്യത്തിന്റെ പതാക ഉപയോഗിച്ച് കച്ചവട കപ്പലുകളെ കബളിപ്പിച്ച് അടുത്തെത്തിച്ച് ആക്രമിക്കുന്ന കടൽ കൊള്ളക്കാരുടെ തന്ത്രത്തെക്കുറിച്ചാണ് അന്നിത് പറഞ്ഞിരുന്നത്. ചരിത്രത്തിലെ കുപ്രസിദ്ധമായ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനുകൾ, ഫോൾസ് ഫ്ലാഗ് ആക്രമണങ്ങൾക്ക് അനീതികളാൽ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രമുണ്ട്. നമുക്ക് ചില പ്രധാന സംഭവങ്ങളിലേക്ക് കടക്കാം. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നത് തലേ ദിവസം രാത്രി. പോളണ്ടുകാരനാണെന്ന് നടിച്ച് 7 ജർമ്മൻ SS സൈനികർ പോളണ്ട് അതിർത്തിയിലുള്ള ജർമ്മൻ ഭാഗത്തെ ഗ്ലിവിറ്റ്സ് റേഡിയോ ടവർ ആക്രമിച്ചു. സ്റ്റേഷൻ ഇപ്പോൾ പോളണ്ടിന്റെ കൈവശമാണെന്ന് അവർ ഒരു ചെറിയ സന്ദേശം പ്രക്ഷേപണം ചെയ്തു. ഈ സൈനികർ ഒരു സാധാരണക്കാരന്റെ മൃതദേഹം പോളിഷ് സൈനിക വേഷത്തിൽ അവിടെ ഉപേക്ഷിച്ചു. റെയ്ഡിൽ അയാൾ കൊല്ലപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കാൻ. അടുത്ത ദിവസം അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയ പ്രസംഗത്തിൽ ഗ്ലിവിറ്റ്സ് ആക്രമണവും സമാനമായ മറ്റ് കൃത്രിമ സംഭവങ്ങളും ചൂണ്ടിക്കാട്ടി പോളണ്ട് അധിനിവേശത്തെ ന്യായീകരിച്ചു. റഷ്യ ഫിൻലാൻഡ് യുദ്ധത്തിന്റെ തുടക്കം. അതേ വർഷം ഫിന്നിഷ് അതിർത്തിയോട് ചേർന്നുള്ള റഷ്യൻ ഗ്രാമമായ മൈനിലയിൽ ഷെല്ലാക്രമണം ഉണ്ടായി. ഈ ആരോപണം ഉയർത്തി സോവിയറ്റ് യൂണിയൻ ഫിൻലാൻഡുമായുള്ള തങ്ങളുടെ നോൺ അഗ്രഷൻ പാക്ട് ലംഘിക്കുകയും വിന്റർ വാർ എന്ന് വിളിക്കപ്പെടുന്ന യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഗ്രാമത്തിലെ ഷെല്ലാക്രമണം നടത്തിയത് ഫിന്നിഷ് സൈന്യമല്ലെന്നും സോവിയറ്റ് NKVD സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജൻസി നടത്തിയ ഒരു കെട്ടിച്ചമച്ച സംഭവമാണെന്നും ചരിത്രകാരന്മാർ പിന്നീട് നിഗമനത്തിലെത്തി. റഷ്യൻ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റായ ബോറിസ് യെൽസിൻ 1994 വിന്റർ വാർ ഒരു സോവിയറ്റ് ആക്രമണ യുദ്ധമായിരുന്നു എന്ന് സമ്മതിക്കുകയുണ്ടായി. നരിവേട്ടയും ഫോൾസ് ഫ്ലാഗും. നരിവേട്ട പോലുള്ള സിനിമകൾ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള കഥകൾ പറയുമ്പോൾ ഇത്തരം ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനുകളുടെ സാധ്യതകളിലേക്കും അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നെന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു. ആരാണ് യഥാർത്ഥ കുറ്റവാളി? ആരാണ് ഇര? സത്യം പലപ്പോഴും അധികാരത്തിന്റെയും ചതിയുടെയും മറവിൽ ഒളിപ്പിക്കപ്പെടുന്നു. ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനുകൾ ചരിത്രത്തിലുടനീളം രാജ്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹീനമായ തന്ത്രമാണ്. നിരപരാധികളെ ബലികേടാക്കിയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കിയും ഇത് ലോകത്തെ പലതവണ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.